നമ്മൾ അല്പസമയം മുമ്പ് അമ്പലപ്പുഴയിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അരുൺ ശങ്കറും കൂടിയുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. രഘു അല്പസമയം മുമ്പ് അമ്പലപ്പുഴയിലെ കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ സംസാരിച്ചു പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആലപ്പുഴ ആകെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അരുൺ ഇപ്പോൾ എവിടെയാണുള്ളത്? ബോയ്സ് ഹൈസ്കൂളിലാണുള്ളത്. ഇവിടെ 6 ബൂത്തുകളാണുള്ളത്. അപ്പോൾ സജീവമായ പോളിംഗ് നടക്കുന്ന ഒരു മേഖലയാണിത്. 6 പോളിംഗ് ബൂത്തുകളിൽ ഏകദേശം 6000-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തും. ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരു കാഴ്ച, ഇവിടെ കൊതുക് തിരിയും കത്തിച്ച് പോളിംഗ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നതാണ്. നല്ല കൊതുകിൻ്റെ ശല്യമാണ്. ഇന്നലെ രാത്രി അവരെങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്ന് നമുക്ക് ഈ കൊതുകിനെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ പ്രാവശ്യം പോളിംഗ് സ്റ്റേഷനിൽ വന്നപ്പോൾ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കൂടി കണ്ടു. ഇവിടെ മൊബൈൽ ഫോൺ ഈ പ്രാവശ്യം പോളിംഗ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇപ്പോൾ ഒരു മൊബൈൽ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിവിടെ മൊബൈൽ ഫോൺ ഡെപ്പോസിറ്റ് ബാഗ്, അന്നേരം നമുക്ക് ഇവിടെ ഇങ്ങനെ മൊബൈൽ വെക്കണം, എന്നിട്ട് അകത്തേക്ക് കയറി പോകണം, അവിടെ വോട്ട് ചെയ്യണം. അപ്പം മൊബൈൽ ഫോൺ ഇപ്പോൾ വോട്ടർമാരുടെ ശ്രദ്ധയ്ക്കാണ്, മൊബൈൽ ഫോൺ പോളിംഗ് സ്റ്റേഷനകത്തേക്ക് കയറ്റില്ല. പുറത്ത് മൊബൈൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും വെബ്കാസ്റ്റിംഗ് അതായത് CCTV സർവൈലൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും പോളിംഗ് സ്റ്റേഷനുള്ളിൽ നടക്കില്ല. കൃത്യമായി സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വെബ്കാസ്റ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി തത്സമയം തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റും. CCTV സർവൈലൻസും ഉള്ളതുകൊണ്ട് എന്ത് കൃത്രിമം നടന്നാലും അത് അറിയാൻ കഴിയും. എന്തായാലും തെരഞ്ഞെടുപ്പ് പാർട്ടികളെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയ ആവേശം തന്നെയാണ് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് ഈ 6 മണി കഴിഞ്ഞ സമയത്ത് വരുന്ന ദൃശ്യങ്ങൾ. കാരണം വോട്ടർമാർ ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നത് 7 മണിക്കാണ് പോളിംഗ് തുടങ്ങുന്നത്. വേഗം തന്നെ ഇനി എത്തിയില്ലേ? കുടുംബമായിട്ട് എത്തിയില്ലേ? അതെ, കോഴിക്കോട് പോകാനുള്ളത് അതുകൊണ്ട് 8 മണിക്ക് വണ്ടിയാണ്. അപ്പോൾ അത് കാരണം വോട്ട് ചെയ്തിട്ട് പോകാം. ഇല്ല, വണ്ടി കിട്ടത്തില്ല. 8 മണിക്ക് അവിടെ നിന്ന് പോകാൻ വരുന്ന വണ്ടിയാണ്. വോട്ട് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചാണ് ചെയ്തിട്ട് പോകാൻ. വോട്ട് മിസ്സാക്കരുത്. അത് വേണ്ടിയാണ് രാവിലെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാം വോട്ടൊന്നും മിസ്സാക്കിയിട്ടില്ല ഇതുവരെ? ഇല്ല, ഒന്നും ആക്കിയിട്ടില്ല. ഇതുവരെ ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശമില്ലേ ചേട്ടനെ പോലുള്ളവർക്ക്? അത്രേ ഉള്ളൂ. എന്ത് തിരക്കുണ്ടെങ്കിലും വന്ന് വോട്ട് ചെയ്തിട്ട് പോകാം. അതുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ വന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഭാര്യയല്ലേ? ഭാര്യയാണ്. എങ്ങനെ രാവിലെ തന്നെ വോട്ട് ചെയ്യാമെന്ന് എല്ലാത്തവണയും ചെയ്യും? ഇതുവരെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഇതാണൊരു പൗരബോധം എന്ന് പറയുന്നത്. നമ്മളുടെ പോളിംഗ് മോനും ഉണ്ടല്ലേ? മോനും കൊച്ചുമോനാണല്ലേ? കൂട്ടർ വന്നാണോ? നമ്മുടെ ഭാവി വോട്ടറും ഉണ്ട് കൂടെ. അവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്. പോവല്ലേ എവിടെ പോവാ? നിങ്ങളെന്താ ഇതിന്റെ പ്രവർത്തനമായിട്ട് വന്നതാണോ? ഹരിതകർമ്മസേനക്കാരാണല്ലേ? നിങ്ങൾ പോളിംഗ് സ്റ്റേഷന്റെ ബന്ധപ്പെട്ടിരിക്കല്ലേ? അതെ. വോട്ട് ചെയ്തായിരുന്നോ? ഇല്ല. എപ്പോ ചെയ്യും? പോകുന്നതിനിപ്പുറം ചെയ്യും. പോളിംഗ് സ്റ്റേഷൻ മൊത്തം സജീവമാണ്. വോട്ടർമാർ വന്നു കഴിഞ്ഞു, അതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. മോക്ക് പോളിംഗ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്ന് വോട്ടിംഗ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷനുകൾ സജീവമായിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 3/4 മണിക്കൂർ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 3/4 മണിക്കൂർ കഴിഞ്ഞാൽ ജനങ്ങൾ വിധി എഴുതി തുടങ്ങും. ആ വിധി എഴുതാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇവിടെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ മോക്ക് പോളിംഗ് നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 50 വോട്ടുകളായിരിക്കും മോക്ക് പോളിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം അത് ടാലി ചെയ്യും. അങ്ങനെ ആ EVM-ന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം 7 മണിക്ക് കൃത്യം 7 മണിക്ക് തന്നെ ഒറിജിനൽ പോളിംഗ്, അതായത് യഥാർത്ഥ വിധിയെഴുത്ത് ആരംഭിക്കും. ഈ ജെൻസി വോട്ടർമാരൊക്കെ ഒരുപാടുള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ ജെൻസിക്കാരെ പ്രത്യേകം ലക്ഷ്യമിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഓഫീസർമാരൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു ഇത്തവണ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത്. പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിലും വലിയ പ്രചാരണം, വോട്ട് ചെയ്യണം എന്ന അവബോധവുമായി വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു പ്രചരണ കാലം കൂടിയാണ്. അത് കാലത്തിനനുസരിച്ച് ആ രീതിയിലുള്ള പ്രചരണം ഒക്കെ തന്നെയും പോകുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടുപോകുന്നത്. ഫേസ്ബുക്കൊക്കെ തുറന്നാൽ ഉടനെ പറയുന്നുണ്ട്, മോത്തി ഇന്നാണ് ഇലക്ഷൻ ദിവസം, ഓർമ്മയുണ്ടല്ലോ എന്ന് നമ്മളെ പേരെടുത്ത് പറഞ്ഞ് ഓർമ്മിപ്പിക്കുമ്പോൾ ആരോ ഒരാൾ വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ആ മൊബൈൽ ഫോൺ വെക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പുറത്ത് ഒരുക്കിയ സജ്ജീകരണങ്ങളൊക്കെ തന്നെ. നമ്മൾ കയറാൻ നേരത്തെ ഇപ്പോൾ മൊബൈൽ ഫോൺ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുറത്തേക്കുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. ഇതാവും പ്രശ്നമില്ല. അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും പലയിടത്തും മാതൃകാ പോളിംഗ് ബൂത്തുകളൊക്കെ തന്നെയുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതൊരു ഹരിത തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊക്കെ പറഞ്ഞു പോകുന്നതിന് അപ്പുറത്തേക്ക് ഇങ്ങനെ വേനൽക്കാലമായതുകൊണ്ട് എല്ലാ ബൂത്തുകളിലും കുടിവെള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹരിതകർമ്മസേന അംഗങ്ങളുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും മികച്ച രീതിയിൽ ഇത്തവണ പോളിംഗ് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളാണ്. അതങ്ങനെ